ബീംസുമായിട്ട് ബന്ധപ്പെട്ട് IS 456/2000 എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇനി വരുന്ന പോർഷനെല്ലാം മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് സ്പാൻ. എഫക്റ്റീവ് സ്പാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവായിട്ട് എത്ര ലെങ്തിന് എലോങ് ആയിട്ടാണ് ബെൻഡിങ് നടക്കാനായിട്ട് ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബീം എന്ന് കൺസിഡർ ചെയ്യുക. 2 എൻഡ് സപ്പോർട്ട് ഉണ്ട്. എൻഡ് സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് നമ്മൾ B ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ടിടത്ത് എൻഡ് സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് B അല്ലെങ്കിൽ W രണ്ടും നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ സാധിക്കും. ഇതാണ് 2 സപ്പോർട്ടുകളുടെ എൻഡ് വരെ ഉള്ളതാണ് അവരുടെ ഓവറോൾ ആയിട്ടുള്ള ലെങ്ത്. അല്ലെന്നുണ്ടെങ്കിൽ L ഓവറോൾ അല്ലെങ്കിൽ L0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ സപ്പോർട്ടുകൾക്ക് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിനെയാണ് അവരുടെ L ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ LC എന്ന് പറയുന്നത്. ഇവരുടെ ബെൻഡിങ് നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വിൽ ബി ഫ്രം ദിസ് എൻഡ് ടു ദിസ് എൻഡ്. ദാറ്റ് ഈസ് സപ്പോർട്ടുകളുടെ രണ്ടിൻ്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ മിഡ് പോയിൻറ്റിന് എലോങ് ആയിട്ടായിരിക്കും ബെൻഡിങ് നടക്കാനുള്ള സാധ്യതയുള്ളത്. സോ ദാറ്റ് ഈസ് ദി എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി ബീം. അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി ബീം എന്ന് പറയുന്നത്. അപ്പോൾ ബീം എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിംപ്ലി സപ്പോർട്ടഡ്, കാൻറ്റിലിവർ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എത്ര കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ കേസൊക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രയാണ് എഫക്റ്റീവ് ലെങ്ത് എടുക്കേണ്ടത്, അതാണ് ഈ ഒരു ഫസ്റ്റ് പ്രൊവിഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീം അല്ലെങ്കിൽ സ്ലാബ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഇതാണ് സപ്പോർട്ടിൻ്റെ വിഡ്ത്ത്. രണ്ടും ഡിഫറെൻറ്റ് വിഡ്ത്ത് ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് B1 B2 ആണ് തന്നിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് ഒരു ബീം അല്ലെങ്കിൽ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് D ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ L എഫക്റ്റീവ് വിൽ ബി മിനിമം ഓഫ് LC പ്ലസ് D അല്ലെന്നുണ്ടെങ്കിൽ LC പ്ലസ് B1/2 പ്ലസ് B2 ഡിവൈഡഡ് ബൈ 2. ഇതിനാണ് നമ്മൾ L എഫക്റ്റീവ് എന്ന് പറയുന്നത്. സോ LC പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് D അല്ലെന്നുണ്ടെങ്കിൽ LC പ്ലസ് B1/2 അല്ലെന്നുണ്ടെങ്കിൽ B2 ഡിവൈഡഡ് ബൈ 2. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഇപ്പോൾ രണ്ട് സപ്പോർട്ട്സിനും വന്നിട്ട് അവരുടെ വിഡ്ത്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ LC പ്ലസ് B എന്ന് പറയാം അല്ലേ. B/2 രണ്ട് സൈഡിലും B/2 ആണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇറ്റ് വിൽ ബി LC പ്ലസ് B വരാം. അല്ലെന്നുണ്ടെങ്കിൽ LC പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഇതിന് രണ്ടിനകത്തും ഏതാണ് ലെസ് വാല്യൂ ആയിട്ടുള്ളത് അതിനാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി ബീം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ സ്ലാബ്. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബീമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീം അല്ലെങ്കിൽ സ്ലാബ് വേറൊരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആസ് കേസ് 1 ഇറ്റ് ഈസ് ഗിവൺ if the width support is less than LC divided by 2 then the effective length will be. width support എന്ന് പറയുന്നത് ഇപ്പോൾ B ആണ് നമ്മുടെ width support എന്നുണ്ടെങ്കിൽ അത് B ആണ് width support എന്നുണ്ടെങ്കിൽ it is less than the L ക്ലിയർ ഡിവൈഡഡ് ബൈ 12 ആണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്രൊവിഷൻ നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ഉണ്ടല്ലോ, സിംപ്ലി സപ്പോർട്ടഡിൻ്റെ സെയിം കേസ് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് L എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു LC പ്ലസ് D അല്ലെന്നുണ്ടെങ്കിൽ L എഫക്റ്റീവ് പ്ലസ് ഹാഫ് ഓഫ് ദി width of the support at the two ends, that is B1/2 plus LC plus B2/2. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ L ക്ലിയർ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് അല്ലെന്നുണ്ടെങ്കിൽ L ക്ലിയർ പ്ലസ് വിഡ്ത്ത് ഓഫ് ദി ബീം. ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിൽ ഏതാണ് മിനിമം അതായിരിക്കണം നമ്മൾ എടുക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കണ്ടീഷൻ നോക്കാം. ഇവിടുത്തെ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ LC/12 ആണ്. അല്ലെന്നുണ്ടെങ്കിൽ 600 mm ഇതിനേക്കാളും ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ലെങ്ത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് 3 സ്പാൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ സ്പാൻ എന്ന് പറയുന്നത് ഒരു എൻഡ് ഫിക്സഡ്, ദെൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു സപ്പോർട്ടുണ്ട്, പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്, ദെൻ ഒരു എൻഡ് എന്ന് പറയുന്നത് കാൻറ്റിലിവർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഫസ്റ്റ് സ്പാൻ, ഇത് ഒന്നാമത്തെ സ്പാൻ, രണ്ടാമത്തെ സ്പാൻ, മൂന്നാമത്തെ സ്പാൻ. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീമിൽ തന്നെ വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് എന്ന് പറയുന്നത് LC/12 കൂടുതലാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം, എഫക്റ്റീവ് ഡെപ്ത് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് ബീം തന്നെ അതിൽ 3 സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഒന്നാമത്തെ സ്പാൻ എന്ന് പറയുന്നത് ഒരു എൻഡ് വന്നിട്ട് ഫിക്സഡ് ആയിട്ടും ഒരു എൻഡ് വന്നിട്ട് ഫിക്സഡ് ആയിട്ടും അതിനിടയ്ക്ക് ഒരു
ഹിഞ്ച് വന്നിരിക്കുന്ന കണ്ടീഷനാണ്. രണ്ടാമത്തെ സ്പാൻ എന്ന് പറയുന്നത് 2 ഹിഞ്ചിനിടയ്ക്ക് വരുന്ന ഒരു കണ്ടീഷനാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഒരു കാൻറ്റിലിവർ പോലെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പാൻ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് സ്പാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ഒരു ഫിക്സഡ് ബീം പോലെ ഉള്ളൂ അല്ലേ, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ അതൊരു ഫിക്സഡ് പോലെ ഉള്ള ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി എൽ ക്ലിയർ. ഫസ്റ്റ് സ്പാൻ്റെ കാര്യമാണ് പറയുന്നത്, എൽ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു എൽ ക്ലിയർ. രണ്ടാമത്തെ കണ്ടീഷനും 2 ഫിക്സഡിന് ഇടയ്ക്ക് വന്നിരിക്കുന്നത് പോലെ ഉള്ളൂ. സോ ഇവിടുത്തെ കണ്ടീഷനിലും എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എൽ ക്ലിയർ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒരു കാൻറ്റിലിവർ ആയിട്ടുള്ള ഒരു കേസ് പോലെയാണ് ഇത് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കാൻറ്റിലിവറിൻ്റെ കേസിൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് വിൽ ബി ആക്ടിങ് ലൈക്ക് അതിൻ്റെ ഒരു ഹോൾഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ട് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കാൻറ്റിലിവർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. സോ ഇതിൻ്റെ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് കാൻറ്റിലിവറിൻ്റെ കേസിൽ എൽ ക്ലിയർ പ്ലസ് എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ് അല്ലെങ്കിൽ എൽ ക്ലിയർ പ്ലസ് വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ടിൻ്റെ ഹാഫ്. ഇത് രണ്ടിൽ ഏതാണ് മിനിമം അത് വേണം ഈ ഒരു സ്പാനിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദി പ്രൊവിഷൻ ഫോർ കണ്ടിന്യൂസ് ബീം. ലാസ്റ്റ് വൺ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെയും കൂടി ഉണ്ട്. അപ്പോൾ കാൻറ്റിലിവർ ബീം ഇതിപ്പോൾ കണ്ടിന്യൂസ് ബീമിലെ കാൻറ്റിലിവർ ബീമിൻ്റെ കേസാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇൻ കേസ് വി ആർ ഹാവിങ് എ കാൻറ്റിലിവർ ബീം, ഓക്കെ, സോറി അതിൻ്റെ ഫിഗർ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. ഇഫ് വി ആർ ഹാവിങ് എ കാൻറ്റിലിവർ ബീം സംതിങ് ലൈക്ക് ദിസ്, ഓക്കെ, ഇതിൻ്റെ എൽ ക്ലിയർ എന്ന് പറയുന്നത് എൽ സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എൽ എഫക്റ്റീവ് വാല്യൂ വിൽ ബി ഈക്വൽ ടു എൽ സി പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ഡിവൈഡഡ് ബൈ 2, അല്ലെന്നുണ്ടെങ്കിൽ എൽ സി പ്ലസ് വിഡ്ത്ത് ഓഫ് ദി സപ്പോർട്ട് ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടിലും ഏതാണ് മിനിമം ആയിട്ട് വരുന്നത് അതാണ് കാൻറ്റിലിവർ ബീമിൻ്റെ കേസിൽ എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് എടുക്കുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ റിലേറ്റഡ് ടു എഫക്റ്റീവ് സ്പാൻ ഓഫ് എ ബീം. നെക്സ്റ്റ് വൺ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡൽ പ്രൊവിഷനാണ് റിലേറ്റഡ് ടു ദ ലോങ്ങിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കേസ് ഓഫ് എ ബീം. ഫസ്റ്റ് വൺ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റി നോക്കാം. അപ്പോൾ എത്ര ഏരിയയിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം അതിന് വേണ്ടിയിട്ട് കോഡിൽ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. AST അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ ഡിവൈഡഡ് ബൈ B ഇൻറ്റു D ഷുഡ് ബി greater than or equal to 0.85 divided by Fy ആയിരിക്കണം. ദിസ് ഈസ് ദി പ്രൊവിഷൻ ഫോർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയയുടെ പ്രൊവിഷനാണ് IS 456 അനുസരിച്ച്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ടെൻഷൻ സ്റ്റീൽ ഡിവൈഡഡ് ബൈ B by D ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.85 ഡിവൈഡഡ് ബൈ Fy. 0.87 അല്ല, 0.85 ഡിവൈഡഡ് ബൈ Fy ആയിരിക്കണം. അതായത് ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.85 ബൈ Fy ഇൻറ്റു B ഇൻറ്റു സ്മോൾ d ആയിരിക്കണം. അപ്പോൾ ഇതിന് AST മിനിമം എന്ന് പറയാം അല്ലേ. AST മിനിമം ഇസ് ഈക്വൽ ടു 0.85 ഇൻറ്റു B ഇൻറ്റു D ഡിവൈഡഡ് ബൈ Fy ആണ്. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എ ബീം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മാക്സിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എ ബീം. മാക്സിമം ടെൻഷൻ അല്ലെങ്കിൽ AST മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4% ഓഫ് B ഇൻറ്റു ക്യാപിറ്റൽ D. B ഇൻറ്റു ക്യാപിറ്റൽ D ഈസ് ദി ഓവറോൾ ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് ഏരിയ ഓഫ് ദി ബീം. അതിൻ്റെ 4% മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അലവബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് 4%. AST max is equal to 4% of B into D. AST minimum is equal to 0.85 B into D. ഇവിടുത്തെ D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്, അത് ഡിവൈഡഡ് ബൈ Fy ആണ്. ഇനി അടുത്ത കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ ഇങ്ങനെ മിനിമം ഇത്ര വേണം അങ്ങനെ പറഞ്ഞിട്ടില്ല. മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അത്രയും തന്നെയാണ്. ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ മാക്സ്. ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ മാക്സ് is equal to 4% of B into D, same as that of the tension
റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമല്ല ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഡെപ്ത് ഓഫ് ദി ബീം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ദ ഡെപ്ത് ഓഫ് ദി ബീം എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഡെപ്ത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിലും കൂടി റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതിനാണ് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പരിധി വരെ ഈ ലാറ്ററലായിട്ട് ബക്കിൾ ചെയ്യാൻ, ഡെപ്ത് കൂടുമ്പോൾ ഒബ്വിയസ്ലി ദെയർ വിൽ ബി എ ചാൻസ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒരു ബക്ലിങ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നതെന്ന് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 750 mm, ഡെപ്തിൻ്റെ വാല്യൂ 750 mm കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് വെബ് ഏരിയയുടെ 0.1% ആണ് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതേപോലെ ഈ ടോട്ടൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വന്നിട്ട് രണ്ട് ഫേസസിലും, ഇവിടെ ഈ ഒരു ഫേസിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വേണം കൊടുക്കാനും പാടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ വെബിനേക്കാളും കൂടാനായിട്ട് പാടില്ല. അതും ഒരു പ്രൊവിഷനാണ് റിലേറ്റഡ് ടു സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് മിനിമം നോമിനൽ കവർ ഒന്ന് നോക്കാം. മിനിമം നോമിനൽ കവർ ബീമിൻ്റെ കേസിൽ മിനിമം നോമിനൽ കവർ റെക്കമെൻഡഡ് ഈസ് ബൈ IS 456 അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 20-യും SP 34 അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് 25 ആണ്. ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഒന്നെങ്കിൽ ഈ വാല്യൂസ് കൊടുക്കാം, 20 mm കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ബാർ വിച്ച് ഈസ് യൂസ്ഡ്, ലോങ്ങിറ്റ്യൂഡിനൽ ബാർസ് എത്രയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 25 mm അല്ലെങ്കിൽ 20 mm, ഇതിൽ ഏതാണ് കൂടുതൽ അത് വേണം നമ്മൾ നോമിനൽ കവറായിട്ട് കൊടുക്കുക. ഇപ്പോൾ കവർ എന്നൊക്കെ പറയുന്നത് കൂടിയാൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ 20 mm അല്ലെങ്കിൽ 25 mm അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബാർ, ഇതിൽ മൂന്നിൽ ഏതാണ് വലുത് അത് വേണം കൊടുക്കാനായിട്ട്. സ്ലാബിൻ്റെ കേസിൽ നോമിനൽ കവർ എന്ന് പറയുന്നത് 20 ആണ് ബൈ IS 456, SP 34-ലും അത് 20 തന്നെയാണ്. കോളത്തിൻ്റെ കേസിൽ രണ്ട് കണ്ടീഷനിലും 40 ആണ്, ഫൂട്ടിങ്ങിൻ്റെ കേസിൽ രണ്ട് കണ്ടീഷനിലും 50 ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ക്രാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം വിഡ്ത്ത് ഓഫ് ദി പെർമിസിബിൾ ക്രാക്ക് ഇൻ RCC സ്ട്രക്ചർ. ഓരോ എക്സ്പോഷർ കണ്ടീഷനും മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ക്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ 0.3 mm, മോഡറേറ്റ് സിവിയർ ആണെന്നുണ്ടെങ്കിൽ 0.2 mm, വെരി സിവിയർ എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ 0.1 mm. പഠിക്കാൻ വളരെ എളുപ്പമാണ്. 0.3, 0.2, 0.1 മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം. സോ ദീസ് ആർ ദ provisions related to this. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ബീംസ് ആണ് കണ്ടത്. അതായത് ടെൻഷൻ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന അതിനെ എത്രത്തോളം കൊടുക്കണം, സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് എത്രത്തോളം കൊടുക്കണം, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ വാട്ട് അബൌട്ട് ദ ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഹൊറിസോണ്ടൽ ക്ലിയർ സ്പേസിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ബാർ ആയിരിക്കണം, എല്ലാം ഈക്വൽ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ബാർ, അല്ലെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ലാർജർ ബാർ. ചിലപ്പോൾ അൺഈക്വൽ ബാർസ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ, നമ്മുടെ ഏരിയ അനുസരിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചിലപ്പോൾ 28 mm കൊടുക്കാറുണ്ട്, അപ്പോൾ അത് 25 mm കൊടുക്കാറുണ്ട്, ചിലപ്പോൾ 16 mm അതിൻ്റെ കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് ഡയമീറ്ററുള്ള ബാർസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ലാർജർ ബാറിൻ്റെ ഡയമീറ്റർ കൺസിഡർ ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാർജർ ബാറിൻ്റെ ഇത് കൺസിഡർ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നോമിനൽ സൈസ് ഓഫ് ദ കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് 5 mm. എത്രയാണ് RCCയിൽ യൂസ് ചെയ്യുന്ന നോമിനൽ സൈസ് ഓഫ് ദ കോഴ്സ് അഗ്രിഗേറ്റ്? ഇറ്റ് ഈസ് 20 mm. സോ 20 mm പ്ലസ് 5 mm. 20 mm പ്ലസ് 5 mm എത്രയാണ്? ദാറ്റ് ഈസ് 25 mm. ഇത് ഈ 3 വാല്യൂസിൽ ഏതാണ് ഗ്രേറ്റർ അത് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ആസ് ദ മിനിമം ഹൊറിസോണ്ടൽ സ്പേസിംഗ്. സോ മിനിമം ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഇൻ കേസ് ഓഫ് എ ബീം ഷുഡ് ബി greater of these 3. Diameter of the bar if all the bars are equal, diameter of the larger bar if the beam have different diameter bars, then third one is the nominal size of the course aggregate plus 5 mm. ഇതിൽ ഏതാണ് വലുത് അത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പേസിങ് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്രേറ്റർ ആണ്, കുറച്ച് കണ്ടീഷൻ തന്നിട്ട് ഗ്രേറ്റർ ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനിടയ്ക്കൂടി എന്ത് പോകണം, അഗ്രഗേറ്റ് പോകണം. അതുപോലെ തന്നെ ഈ അഗ്രഗേറ്റിന് നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. ആ ഒരു രീതിയിൽ വേണം സ്പേസിങ് ഓഫ് ദി ലോങ്ങിറ്റ്യൂഡിനൽ ബാർ വരുന്നത്. ലോങ് ദ ഫുൾ ലെങ്ത് വരുന്ന ബാർസാണ്, അപ്പോൾ മെയിൻ ആയിട്ടുള്ള ബാറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എപ്പോഴും നമ്മുടെ ആ ഒരു പോസിബിലിറ്റി, അതായത് കോമ്പാക്ട് ചെയ്യാനുള്ള എളുപ്പം, അഗ്രഗേറ്റ്സ് ഇതിനിടയ്ക്ക് കൂടി പാസ് ചെയ്യണം. നമ്മൾ ആദ്യം റീൻഫോഴ്സ്മെൻറ്റ് ഇട്ട് അതിന് മുകളിലൊക്കെ അല്ലേ കോൺക്രീറ്റ് ഇടുന്നത്. അപ്പോൾ അതിന് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടി ഓർത്തിരിക്കുക. Next one is related to the lateral stability of the beam. Lateral stability of the beamന് വേണ്ടിയിട്ട് IS 456 പറഞ്ഞിരിക്കുന്ന കുറച്ച് സ്ലെൻഡർനെസ് ലിമിറ്റ് വാല്യൂസ് ആണ് ബീമിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്ലെൻഡർനെസ് ലിമിറ്റ് വാല്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. സിംപിളി സപ്പോർട്ടഡ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ബീം ആണ് എന്നുണ്ടെങ്കിൽ ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലാറ്ററൽ റിസ്ട്രെയിൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി മോർ ദാൻ ദി 60 ബി അല്ലെങ്കിൽ 250 B²/d ആയിരിക്കണം. ഇത് രണ്ടിൽ ഏതാണ് ലെസ് അതാണ് എടുക്കേണ്ടത്. 60 B ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലാറ്ററൽ റിസ്ട്രെയിൻ ഷുഡ് നോട്ട് എക്സീഡ് 60 B അല്ലെന്നുണ്ടെങ്കിൽ 250 B²/d. ഇത് രണ്ടിൽ ഏതാണ് ലെസ് അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഓഫ് കാൻറ്റിലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ 25 B അല്ലെന്നുണ്ടെങ്കിൽ 100 B²/d. ഓക്കെ, ഇത് രണ്ടിൽ ഏതാണ് ലെസ് ഇത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 25 B അല്ലെന്നുണ്ടെങ്കിൽ 100 B²/d. ഇത് രണ്ടിൽ ഏതാണ് ലെസ് അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഫോർ ദി സ്ലെൻഡർനെസ് ലിമിറ്റ്. അപ്പോൾ ലാറ്ററൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ബീംസിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് ലിമിറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബീമിൻ്റെ കേസിൽ വരുന്നത് ഒന്ന് ഡിഫ്ലക്ഷൻ ലിമിറ്റാണ്. ബീംസിൻ്റെ കേസിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സിൽ നിന്ന് വരുന്നതാണ്. എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് ബീമിൻ്റെ കേസിൽ പറയുമ്പോഴേക്കും രണ്ട് കൺസ്ട്രെയിൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ഫൈനൽ ഡിഫ്ലക്ഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഡിഫ്ലക്ഷൻ ആണ്. ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഓൾ ലോഡ്സ് ഇൻക്ലൂഡിംഗ് ദ എഫക്റ്റ് ഓഫ് ദി ടെമ്പറേച്ചർ, ക്രീപ്പ്, ഷ്രിങ്കേജ്, അതുപോലെ തന്നെ മെഷേർഡ് ഫ്രം ദി കാസ്റ്റ് ലെവൽ ഓഫ് ദി സപ്പോർട്ട്സ് ഓഫ് ദി റൂഫ്, ഫ്ലോസ് ആൻഡ് അതർ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ്. അതെന്ന് പറയുന്നത് ഒരിക്കലും 250 L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 250യേക്കാളും കൂടാനായിട്ട് പാടില്ല. അതായത് ഫൈനൽ ഡിഫ്ലക്ഷൻ ഇൻ ദ ബീംസ് ഡ്യൂ ടു ഓൾ ലോഡ്സ്, ക്രീപ്പ്, ഷ്രിങ്കേജ്, ടെമ്പറേച്ചർ ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോഴേക്കും ഫൈനൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 250 L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 250യേക്കാൾ കൂടാനായിട്ട് പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ദ ഡിഫ്ലക്ഷൻ that is due to the temperature, creep, shrinkage that is occurring after the erection of the partition and the application of finishes. Partitions എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫിനിഷസ്, അതായത് ഫ്ലോർ ഫിനിഷ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് L/350 അല്ലെന്നുണ്ടെങ്കിൽ 20 mm. ഇത് രണ്ടിൽ ഏതാണ് ലെസ് അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത് ഫൈനൽ ഡിഫ്ലക്ഷൻ ആണ്. ഫൈനൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 250യേക്കാളും കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബീം കൺസ്ട്രക്ട് ചെയ്ത് അതിന് മുകളിലേക്ക് നമ്മൾ മേഷനറി വെച്ചിട്ട് ജസ്റ്റ് വാൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകും. അല്ലെന്നുണ്ടെങ്കിൽ സ്ലാബിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഫിനിഷസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് ടൈലിങ് കാര്യങ്ങൾ, അങ്ങനെ പ്ലാസ്റ്ററിങ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. കോൺക്രീറ്റിങ് കൊടുക്കും, DPC കൊടുക്കും. അപ്പോൾ ഇതൊക്കെ വരുന്ന കണ്ടീഷനിൽ സ്ലാബിൻ്റെയൊക്കെ കേസസിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. അതിനോടൊപ്പം തന്നെ ഈ ഡിഫ്ലക്ഷനോടൊപ്പം തന്നെ ടെമ്പറേച്ചറിൻ്റെയും ക്രീപ്പിൻ്റെയും ഷ്രിങ്കേജിൻ്റെയും കൂടി കൺസിഡർ ചെയ്യുക. ആ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 350 അല്ലെന്നുണ്ടെങ്കിൽ 20 mm. L എഫക്റ്റീവ് ഡിവൈഡ് ബൈ 350 അല്ലെങ്കിൽ 20 mm. ഇത് രണ്ടിൽ ഏതാണ് ലെസ്സായിട്ടുള്ളത് അതിനേക്കാളും കൂടാനായിട്ട് പാടില്ല. L എഫക്റ്റീവ് ഡിവൈഡ് ബൈ 350 അല്ലെന്നുണ്ടെങ്കിൽ 20 mm. ഇത് രണ്ടിൽ ഏതാണ് ലെസ് അതിനേക്കാളും കൂടാനായിട്ട് പാടില്ല. ഇതാണ് ഒരു കണ്ടീഷൻ. ദിസ് ഈസ് എ ഡിഫ്ലക്ഷൻ ലിമിറ്റ് ഇൻ ബീംസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ്, ദാറ്റ് ഈസ് എ ഡിഫ്ലക്ഷൻ കൺട്രോൾ ഇൻ ദി ബീംസ്. ബീംസ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അണ്ടർ കൺട്രോൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചെക്കാണ് L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ഡെപ്ത് റേഷ്യോ. ദാറ്റ് ഈസ് എ ബേസിക് സ്പാൻ ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് പറയാം, അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ.
ഇൻ കേസ് ഓഫ് ബീം ഓരോ കണ്ടീഷൻ, അതായത് കാൻറ്റിലിവറിന് തന്നിട്ടുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസിന് തന്നിട്ടുണ്ട്. അപ്പോൾ കാൻറ്റിലിവർ ആണെന്നുണ്ടെങ്കിൽ ഈ എൽ എഫക്റ്റീവ് ബൈ ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് 7 ആണ്. ഡെപ്ത് അല്ല, എഫക്റ്റീവ് ഡെപ്ത് ആണ് 7 ആണ്. ഓക്കെ, ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 20. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ 20. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 26. ഓക്കെ, 3 കണ്ടീഷനാണ്: കാൻറ്റിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ്. 7, 20, 26. ഇനി ഫ്ലാഞ്ച്ഡ് ബീംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ബീംസ് അല്ലെങ്കിൽ എൽ ബീംസ്. അതിൻ്റെ കേസിലും പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 5.6. ഓർഡറിൽ ഓർത്ത് വയ്ക്കുക: കാൻറ്റിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, കണ്ടിന്യൂസ്. 5.6, 16, 20.8. സോ ഡിഫ്ലക്ഷൻ കൺട്രോളിനുള്ള ചെക്ക് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ദി ബീംസ് അക്കോർഡിംഗ് ടു IS 456/2000 ഇറ്റ് ഈസ് ദി എൽ എഫക്റ്റീവ് ബൈ ഡി റേഷ്യോസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ 3 വാല്യൂസും പറഞ്ഞിരിക്കുന്നത് കോഡിൽ പറഞ്ഞിരിക്കുന്നത് ഫോർ ടു എ സ്പാൻ അപ് ടു 10 മീറ്റർ ആണ്. ഫോർ എ സ്പാൻ അപ് ടു 10 മീറ്റർ. ഇപ്പോൾ 11 മീറ്റർ ആണ് ഇവരുടെ സ്പാൻ എന്ന് വിചാരിക്കുക. 11 അല്ലെങ്കിൽ 12 മീറ്റർ ആണ് ഇവരുടെ സ്പാൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ, ഈ ഒരു ഫാക്ടറിനെ നമ്മൾ എ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു റേഷ്യോ എൽ എഫക്റ്റീവ് ബൈ ഡി റേഷ്യോ നമ്മൾ എ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ എ മൾട്ടിപ്ലൈഡ് ബൈ എ ഫാക്ടർ ഓഫ് 10 ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്മുടെ ലെങ്ത്, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 10 മീറ്റർ, എത്രയാണ് വരുന്നത് അത് എ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ എൽ. ഇപ്പോൾ 12 മീറ്റർ ഉള്ള ഒരു ബീം ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 12. 7 അല്ല കൊടുക്കേണ്ട, 7 പകരം കാൻറ്റിലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ 7 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 12 ആണ് കൊടുക്കേണ്ടത്. ഇത് ഒബ്വിയസ്ലി ലെങ്ത്ത് കൂടുന്തോറും എന്താ നമ്മൾ സംഭവിക്കുക, നമ്മൾ കയ്യിൽ തന്നെ ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ലെങ്ത്ത് കൂടിയ ബുക്കിനാണ് ഇപ്പോൾ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ്. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോഴേക്കും ഈ ഒരു എൽ എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ഡെപ്ത് റേഷ്യോ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. സോ ഇറ്റ് ഈസ് കാൻറ്റിലിവർ ആണെന്നുണ്ടെങ്കിൽ 7 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 12 മീറ്ററിന് വരും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബീംസ്. ബീംസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ കണ്ടു. ഒന്നാമത്തത് പറയാനാണെന്നുണ്ടെങ്കിൽ എൽ എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ഡെപ്ത് റേഷ്യോ, ദെൻ റിലേറ്റഡ് ടു ദ ഡിഫ്ലക്ഷൻ ലിമിറ്റ് എൽ എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ 250 ഫോർ ദി ടോട്ടൽ ഫൈനൽ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടീഷൻ എറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിനിഷേഴ്സ് കൊടുത്ത് കഴിയുമ്പോൾ എത്ര വേണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എൽ എഫക്റ്റീവ് അല്ലെങ്കിൽ 20 mm. ഇതിനകത്ത് ഏതാണ് ലെസ് അതാണ് കൊടുക്കേണ്ടത്. പിന്നെ സ്ലെൻഡർനെസ് ലിമിറ്റിൻ്റെ കേസസ്, സ്പേസിംഗ് ഓഫ് ദി ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ, ദെൻ റിലേറ്റഡ് ടു ദ നോമിനൽ കവർ, ആൻഡ് ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്, സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ കണ്ടു. എഫക്റ്റീവ് ഡെപ്തിൻ്റെ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീം എന്നുള്ള ആ ഒരു പോർഷനിൽ പഠിക്കാനായിട്ട് ഉള്ളത്.